പുതിയ ആൾക്ക് അല്ലെങ്കിൽ നിലവിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ബേസിക് എന്നറിയപ്പെടുന്ന GTS, ഗേറ്റ് വേ ടു സക്സസ് എന്ന പ്രോഗ്രാമിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വെൽക്കം ടു ദ ഗേറ്റ് വേ ടു സക്സസ്. ജീവിത വിജയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം GTS എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേട്ടവർ വീണ്ടും വീണ്ടും കേൾക്കുകയും അതുപോലെ തന്നെ ഏറ്റെടുത്തവർ ഇതിന് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് GTS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടാനുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ജോലിയാകാം, അതല്ലെങ്കിൽ ബിസിനസ് ആകാം, വീട്ടമ്മമാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്ന രീതിയിലും ഈ ഒരു അവസരം കേൾക്കുന്നവരുണ്ടാകാം. പിന്നെ ഗവൺമെന്റ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്നവരും അവിടെ നിന്നൊക്കെ റിട്ടയർഡ് ചെയ്തിട്ട് ഒരു സുഖവാസം അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാക്കാം. നമുക്കറിയാം, നമ്മൾ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് ആണ്. ജീവിതത്തിൽ ഒരു പുരോഗതി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മേഖലയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു ജീവിത പുരോഗതി നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉത്തരം. അങ്ങനെ നിങ്ങളൊരു ജീവിത പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും. അതിന് വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു അവസരത്തെ കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ, ആവാഹിച്ചെടുക്കാൻ നമ്മുടെ ശ്രദ്ധ, ഈ ഒരു സെഷൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മള് ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ആരോഗ്യം, അതുപോലെ തന്നെ സമ്പത്ത്, അതേപോലെ തന്നെ ആവശ്യമുള്ളതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. പലപ്പോഴും ആരോഗ്യവും സമ്പത്തും നമുക്ക് പല സമയങ്ങളായി കിട്ടാറുണ്ടെങ്കിലും പലർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു സ്വന്തമായിട്ട് ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ ജീവിച്ചു പോവുക, ബിസിനസ് ചെയ്യുക, സമ്പാദിക്കുക, ആരോഗ്യം ഉണ്ടാക്കുക, ഇതൊക്കെ 3 ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. 90% ആൾക്കാരുടെയും അവസ്ഥ എന്ന് പറയുന്നത് ഇത് 3 ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. കമ്പനി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതും ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വാചാലനാകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സമ്പത്തിനെ പല മേഖലകളും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈ സമ്പത്തും ആരോഗ്യവും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വളരെ ടെൻഷനുള്ള ഒരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കുന്നുണ്ടാകുക. നമുക്കൊരു ഫ്രീഡം ജീവിതത്തിൽ കിട്ടില്ല. അപ്പൊ ഇത് 3 ഒരുമിച്ച് കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത്. അതാണ് ഗേറ്റ് വേ ടു സക്സസ് എന്ന ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വരുമാനം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ജോലിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നാണ്. നമുക്കറിയാം, 90% ആൾക്കാർ ഇന്ന് ജോബ് എന്ന സെക്ഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ജോലിയിൽ നിന്നാണ് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ചെറുകിട സംരംഭമാകാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആകാം, അതല്ലെങ്കിൽ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മേഖലയാകാം, അതല്ലെങ്കിൽ സ്വന്തമായി മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. ഇതൊക്കെ ജോലി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് വലിയ വലിയ കോടികൾ മുടക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ബിസിനസ്സിനെയാണ്. അങ്ങനെ ബിസിനസ് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. ഒരു 10% ചോടെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരുമാനം വാങ്ങിച്ചു തീർക്കുന്ന ആൾക്കാർ. ഏതായാലും ഈ 2 മേഖലകളിൽ നിന്നാണ് ഇന്ന് ലോകത്ത് എല്ലാവരും പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇനി ഒരാളുടെ സമ്പത്തിനെ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ഒരാളുടെ വരുമാനം അളക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ഏത് മേഖലയായാലും ആ മേഖലയിൽ അദ്ദേഹം എത്ര സമയം എഫേർട്ട് എടുക്കുന്നു, എത്ര സമയം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ തോത് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശരാശരി വരുമാനം എന്ന് പറയുന്നത് മന്ത്ലി നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു
15,000 മുതൽ 40,000 രൂപ വരെയാണ്. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു 8 മണിക്കൂറാണ്. 8-10 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു ഇന്ത്യക്കാരന് മാസത്തിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 40,000 രൂപ വരെയാണ്. ഇനി ഒരാൾക്ക് 16 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റിയ ഓവർ ടൈം എന്ന രീതിയിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തിന്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 60,000 രൂപ വരെ. 25,000 വരെ വാങ്ങുന്നവരുണ്ട്, 25,000 മുതൽ 60,000 രൂപ വരെ ആ ഒരു സെഷൻ വാങ്ങുന്ന ആൾക്കാർ. ഇനി ഒരാൾ പറയാണ് ഒരാൾക്ക് 24 മണിക്കൂർ സമയമുണ്ട്. 24 മണിക്കൂർ ഒരിക്കലും സാധ്യമല്ല. എങ്കിലും 24 മണിക്കൂറും ഒരാൾ ഡെയിലി വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാസ വരുമാനം എന്ന് പറയുന്നത് 1,00,000 ചോടെയാണ്. അതായത് 90,000 രൂപയാണ്. നിങ്ങൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാൽ ഒരു കോമൺ മനുഷ്യനെ സംബന്ധിച്ചിടത്താണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലിമിറ്റിലേക്ക് നമ്മുടെ വരുമാനം? കാരണം നമ്മൾ സ്വന്തമായിട്ടുള്ള പ്രവർത്തനമാണ്, ഒറ്റക്കുള്ള അധ്വാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ലിമിറ്റഡ് ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ ഒരു സെഷനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വരുമാനം വർദ്ധിപ്പിക്കാൻ ലോകത്തുള്ള വഴി എന്ന് പറയുന്നത് ഒറ്റക്കുള്ള പ്രവർത്തനത്തിൽ നിന്ന് മാറി നമ്മുടെ വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കോടീശ്വരന്മാർ അല്ലെങ്കിൽ പണക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വരുമാനം ഈ ഒരു 90,000 ലിമിറ്റ് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് ഈ 8 മണിക്കൂറോ 10 മണിക്കൂറോ 16 മണിക്കൂറോ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ, ധാരാളം വ്യക്തികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വർക്കിംഗ് അവർ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ഇൻകം കോടികളായി ഉയർത്താൻ അവർക്ക് കഴിയും. മാസത്തിൽ 1,00,000, 2,00,000, 10,00,000 കോടികൾ വരുമാനം വാങ്ങുന്നവരെ നമ്മൾ കാണാറുണ്ട്. അവരുടെ ഇൻകത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അവർ വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു തിയറി അവർ പ്രയോഗിച്ചു എന്നുള്ളതാണ്. റിലയൻസിന്റെ ഓർഡർ നമുക്കറിയാം. അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിന്റെ MA യൂസഫ് അലി സാറെ നമുക്കറിയാം. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ള വ്യക്തികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കുന്നു, 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ധാരാളം വ്യക്തികളെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കോടീശ്വരനാവാൻ ഇന്ന് ലോകത്തുള്ള ഒരേ ഒരു വഴിയാണ് വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നടക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്വാഭാവികമായിട്ടും ആ ചോദ്യം ശരിയാണ്. കാരണം നമ്മൾ ഇന്നുവരെ കണ്ടിരിക്കുന്നത് എന്താണ്? ജോലി മൈൻഡ് സെറ്റിൽ 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒറ്റക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. എന്നാൽ ഇവിടെ സാധാരണക്കാരന് അസാധാരണക്കാരനാവാൻ, അതല്ലെങ്കിൽ കോടീശ്വരനാവാൻ ഇന്ന് ലോകത്തുള്ള വഴി എന്ന് പറയുന്നത് അതായത് ഇന്ന് ലോകത്തിന്റെ ഇതിഹാസ പുരുഷൻ എന്നറിയപ്പെടുന്ന റോബർട്ട് കിയോസാക്കി പറയുന്നു, വിത്തൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ലാൻഡും ലേബറും ക്യാപിറ്റലും. ഇത് മൂന്നുമില്ലാതെ ഒരു സാധാരണക്കാരന് തുടങ്ങാൻ പറ്റുന്ന ഒരു അവസരത്തിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ മുമ്പേ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവട രീതിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതായിരുന്നു. അതിന്റെ പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പരമ്പരാഗത കച്ചവടം എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവട രീതിയാണ്. ആ കച്ചവട രീതിയെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. നമ്മുടെ കയ്യിലേക്ക് ഉൽപ്പന്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഇത് എവിടെയാണ് നിർമ്മിച്ചതെന്ന്. നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്നു. അത് ഒരുപക്ഷെ അത് എവിടുന്നാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രിക്ട് ലെവലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വരുന്നതെന്നും അതിന്റെ അറ്റം എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ധാരാളം ഇടനിലക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് പരസ്യം എന്ന് പറയുന്നത്. ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളല്ല. നമുക്കറിയാം, താരമൂല്യമുള്ള നമ്മളെ ഒരുപാട് ടിവിയിലും അതുപോലെ പത്രങ്ങളിലും മീഡിയകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരമൂല്യമുള്ള വ്യക്തികളാണ്. സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ് തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് അഭിനയിക്കുന്നത്. ഇവരൊക്കെ വെറുതെ അല്ല ഈ ഒരു സെഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 10 സെക്കൻഡ് അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത് 10 കോടി രൂപയാണ്. അപ്പൊ ഒരു സെക്കൻഡിന് 1 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്നവരെയാണ് നമ്മളിവിടെ കാണുന്നത്.
അപ്പൊ ഇടനിലക്കാരും പരസ്യക്കാരും എന്ന് പറയുന്നത് ഇന്ന് ലോക ജനസംഖ്യയുടെ 0.5% മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ ആരും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഒരു ഹോൾസെയിൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഷോപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖലയാണ്. അതുപോലെ തന്നെ ഇത്തരം പരസ്യ രീതിയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്തതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദന ചെലവും ലാഭവും വരുന്നത് 35% എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ബാക്കി വരുന്ന 60-65% വരെ പോകുന്നത് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. അപ്പൊ ഇടനിലക്കാരും പരസ്യക്കാരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് 0.5% മാത്രം ആൾക്കാരിലാണ് ഇത് ഒതുങ്ങുന്നത്. അപ്പൊ ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഏറ്റവും മാക്സിമം 60% വരെ പോകുന്നതും നിലവിൽ കോടീശ്വരന്മാരായിട്ടുള്ള ഇവരുടെ കൈകളിലേക്കാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? നിലവിൽ കോടീശ്വരന്മാരായിട്ടുള്ളവർ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരാകുന്ന അവസ്ഥയാണ്. ഇവിടെ സാധാരണക്കാര് താഴെത്തട്ടിലേക്ക് അകറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു ഉൽപ്പന്നം നമ്മുടെ കൈകൾ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ നിന്നുള്ള ഉൽപ്പന്നം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പർച്ചേസ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ നെറ്റ്വർക്കിലൂടെ ആർക്കാണോ ഉൽപ്പന്നം വേണ്ടത് അവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഒരു പരസ്യക്കാരന് ആവശ്യമുണ്ട്. ആരാണ് പരസ്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമ്മൾ സാധനം വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ്, സാധാരണക്കാരാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉൽപ്പന്നത്തിന്റെ അതിന്റെ MRPയുടെ 60% ചെന്നെത്തുന്നത് സാധാരണക്കാരിലേക്കാണ്. അത് ഒരു ഒട്ടനവധി സാധാരണക്കാർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവരിലേക്ക് ഈ ഒരു വരുമാനം 60% എത്തുന്നു എന്ന് പറഞ്ഞാൽ നിലവിൽ ലോക ജനസംഖ്യയുടെ 99.5% മാത്രമുള്ളവരിലേക്ക് ഈ 60% എത്തുന്ന സമയത്ത് സാധാരണക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകം ഉയരുന്നു, അത് ആളോഹരി വരുമാനം ഉയരുന്ന സമയത്ത് ആ രാജ്യം സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ്. അപ്പൊ ഇവിടെ സാധാരണക്കാരൻ നമ്മൾ പരസ്യത്തിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യമായിട്ട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഈ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നു. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് വരുമാനം എത്തുന്നു. ഏതായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ടെങ്കിലും അതിന് ചെറിയ ഒരു ഹിസ്റ്ററി ഞാൻ സൂചിപ്പിക്കാം. 2025 കൂടി ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു മേഖലയായിട്ട് ഇത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് APMC അതല്ലെങ്കിൽ ഫിക്കി എന്ന് പറയുന്ന സംഘടനകൾ പറയുന്നു. അതായത് 1,80,00,000 യൂത്ത് പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു മേഖലയായിട്ട് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്നത് 2014 നടന്നിട്ടുള്ള ഒരു സെമിനാറിലാണ്. രാംവിലാസ് പാസ്വാൻ, കേന്ദ്ര മന്ത്രിയായിരുന്ന രാംവിലാസ് പാസ്വാൻ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഒരു സെമിനാറിലാണ് ഈ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഫിക്കി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവരാണ് പറയുന്നത് 2025 ഇതിന്റെ സുവർണ കാലഘട്ടമാണ് എന്നുള്ളത്. ഇനി കേരള ഗവൺമെന്റ് ഇതിനെ നോക്കിക്കണ്ടപ്പോ, കൃത്യമായി ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോ 2015 ഇതിനൊരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചു. കാരണം ഇത് ഒരുപാട് ആൾക്കാരുടെ കാശ് നഷ്ടപ്പെട്ടു പോയ മേഖലയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് എന്തുകൊണ്ട് ഇത് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ള പഠനം നടത്തിയപ്പോ കേരള ഗവൺമെന്റ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇത് 2000 കാലഘട്ടങ്ങളില് ഇതിന് ഒരുപാട് മോശം പേരുകൾ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1940 അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു, അമേരിക്കയിലാണ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്ക രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു വിപണന രീതി നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളത് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫ്രോഡ് കമ്പനികളെ കുറിച്ച്, അതിനെങ്ങനെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയെ കുറിച്ച് ഇന്ത്യക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഒരുപാട് ഫ്രോഡ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഒരു തെറ്റിദ്ധാരിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയത്. ഇപ്പൊ 2002 സുപ്രീം കോടതി ഇതിന്റെ അനുകൂലമായിട്ടൊരു വിധിവാചകം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു.
ആ വിധിവാചകം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ പ്രൂവൺ മാർക്കറ്റിംഗ് ടെക്നിക് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് മോർ ദാൻ 100 countries all over the world. Hence, there is no objection to legality in India. അത് ഒരു സുപ്രീം കോടതി വിധിവാചകമായത് കൊണ്ടാണ് ആ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. അതായത് 100-ലധികം രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചിട്ടുള്ള ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത്. അതില് ഇന്ത്യ ആ സമയത്ത് ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ ഇന്ത്യയില് പോലും ഇന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 170 രാജ്യങ്ങളിലേക്ക് ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട്. അന്ന് 2002 ഡിസംബർ 10 ആ ഒരു വിധിവാചകം പുറപ്പെടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് ഈ വിധിവാചകം പുറപ്പെടുവിച്ചത്. അപ്പൊ ഇന്ന് 100-ലധികം രാജ്യങ്ങളിലേക്ക്, ഇന്ന് UN അംഗീകരിച്ചിട്ടുള്ള 195 രാജ്യങ്ങളിൽ 100-ലധികം രാജ്യങ്ങളിൽ ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല പ്രവർത്തിക്കുന്നതില്ല. അപ്പൊ അതുപോലെ തന്നെ 2015 ഞാൻ പറഞ്ഞു, കേരള ഗവൺമെന്റ് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ ഒരു മേഖലയെ കുറിച്ച് നല്ല ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് തന്നെ സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഘടന, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ ഇതിന്റെ ബോധവൽക്കരണം, അവയർനെസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം 4ഓളം IAS ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നത്. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള പഠനം നടത്തിയപ്പോൾ 2021 ഡിസംബർ 28 ഇതിന് കൃത്യമായൊരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അപ്പൊ കേന്ദ്രത്തിലും കേരളത്തിലും 100% ലീഗലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019-20 ആനുവൽ റിപ്പോർട്ട്, അതായത് WFTSA എന്ന് പറയുന്ന ഇതിന്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലുള്ള ഒരു സംഘടനയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അതിന്റെ 2019-20 കണക്കുകൾ സൂചിപ്പിക്കുന്നത് 170 രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചു എന്നും ആ സമയത്ത് ഉണ്ടായിരുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് $180.5 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഈ ഒരു മേഖല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 118.4 മില്യൺ ആൾക്കാർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഈ ഒരു മേഖലയെ കാണുന്നു എന്നുള്ള. നമ്മള് ഈ ഇന്ത്യയിലെ ഇത്രയും വലിയൊരു സാധ്യതയുള്ള ഒരു മേഖല ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് 2.47 ബില്യൺ സെയിൽസ് ആണ് 2019. ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2019 ഇത്രയും ബില്യൺ ഡോളർ സെയിൽസ് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 15ാം സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ വളരെ അനുകൂലമായ അല്ലെങ്കിൽ ഒരുപാട് സാധ്യതയുള്ള ഈ ഒരു മേഖല ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, നിയമപരവും അല്ലാത്തതുമായ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏത് കമ്പനിയെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ നമ്മൾ ഒരു കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം. മറ്റൊന്ന്, പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്. അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 4-മത്തത് കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം. 5-മത്തത് സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്. 6-മത്തത് അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ. വിശദീകരിച്ച് സംസാരിക്കാം. ഏതായാലും ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏതായാലും നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്ന കമ്പനി ഈ പറയുന്ന 6 ക്വാളിറ്റിയും വളരെ വ്യക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് 700-ലധികം ഫ്രാഞ്ചൈസികൾ ഇന്ന് കമ്പനി ഔട്ട്ലെറ്റുകൾ ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്വാളിറ്റി, ഒന്നാമത് ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം കമ്പനി മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ FSSAI അംഗീകാരം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു.
അറാക്ക് എന്ന് പറയുന്ന, അതായത് അമേരിക്കയിലെ ബ്രോൺഷിക് ലാബിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഒറാക്ക് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. എന്തിനധികം പറയുന്നു, ചില ഉൽപ്പന്നങ്ങൾക്ക് ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിരുന്നു. ഈ ആയുഷിനെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി എന്ന് പറയുന്ന 6ഓളം ചികിത്സാ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നൽകുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഇവർ നൽകുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. കേന്ദ്രത്തിൽ ഇതിന് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയെ പോലും നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള 23ലധികം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്തരം ഈ ഒരു അംഗീകാരങ്ങൾക്കൊക്കെ നമ്മുടെ പല പ്രൊഡക്റ്റുകൾക്കും ലഭിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റുകൾക്ക് ഇത്തരം അംഗീകാരങ്ങൾ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് വിങ് ആണ്. എന്നാൽ 50 വർഷത്തിലധികമായിട്ട് ആയുർവേദ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ DP അനന്തനാരായണൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ പിന്നിൽ, ഡിസൈനിങ്ങിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഇത്തരം ആൾക്കാർ അവരൊക്കെ ചെയ്യുന്നത് ലോകോത്തര കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ തന്നെ ഡാബർ, ബൽസാര, റാൻബാക്സി പോലുള്ള ലോകോത്തര കമ്പനികൾ പ്രവർത്തിച്ച ഒരുപാട് സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ആണ് ഇതിന്റെ പിന്നിൽ, നമ്മുടെ പ്രൊഡക്റ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്വാളിറ്റി ലഭിക്കുന്ന, ആയുഷ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വെൽനസ് കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗം വരാതിരിക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണ നമുക്ക് പരിചയമുള്ള ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? ഇൽനെസ് ആണ്. രോഗം വന്നിട്ട് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ് ഇൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വളരെ കാലം മുന്നേ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു വെൽനസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾക്ക് പലപ്പോഴും നമ്മളെ അറിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മൾ വിട്ടുപോയതാണ്. വെൽനസ് എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാനുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വെൽനസ് കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ ആണ് കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡാണ് എലമെന്റ്സ് വെൽനസ്. എലമെന്റ്സ് വെൽനസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കഴിഞ്ഞ 2019 2022 അതേപോലെ തന്നെ 2024 പോലും ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് എലമെന്റ്സ് വെൽനസിൽ വരുന്ന ഈ ഒരു ബ്രാൻഡിനാണ്. ഏതായാലും എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് മീഡിയ ആയിട്ടുള്ള എക്കണോമിക്സ് ടൈംസ് അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഇനി ഉൽപ്പന്നത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു മരുന്നിന്റെ ഫുഡ് സപ്ലിമെന്റ് ആണ്. മരുന്ന് കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതുവരെ നമുക്ക് പരിചയമുള്ളത് രോഗങ്ങൾ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് മാറ്റുക എന്നുള്ള രീതിയാണ്. ഇവിടെ വെൽനസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മരുന്നിന്റെ കാറ്റഗറി വരുന്ന ഉൽപ്പന്നങ്ങളല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. ഹാർംഫുൾ കെമിക്കൽ ചേർക്കാത്ത, ഒരു ശരീരത്തിന് പിന്നെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ചേർക്കാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. ഏതൊരാൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും വളരെ നല്ല സൈഡ് എഫക്ട് ഇല്ലാതെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എലമെന്റ്സിൽ വരുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ ആദ്യം പരിചയപ്പെടുത്താമെന്ന്. ലിവഗൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമാണ്. അവരുടെ ആർത്തവ സമയത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ. മറ്റൊന്നാണ് കഫ്നിൽ എന്ന് പറയുന്നത്. കഫ് റിലീഫിംഗ് ഫോർമുലയാണ്.
അതുപോലെ തന്നെ മൾട്ടികാർഡ് ബ്ലഡ് പ്യൂരിഫയർ ഉണ്ട്, രക്തം ശുദ്ധീകരിക്കുന്ന ഒരു ഔഷധമുണ്ട്. പിന്നെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്ന മുറിഞ്ഞാൽ പൊള്ളിയാലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽമെന്റ് ആണ്. മറ്റൊരു ഓയിൽമെന്റ് ആണ് നോവേദന ജെൽ എന്ന് പറയുന്നത്, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെ മാൻ ശക്തി മാൻ എന്ന് പറയുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഇന്ന് ഒരു പുരുഷ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണ് മാൻ ശക്തി മാൻ എന്ന് പറയുന്നത്. അവിടെ സമണിലെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ, വന്ധ്യതക്കൊക്കെ പരിഹാരം കാണാൻ പറ്റുന്ന ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മാൻ ശക്തി മാൻ എന്ന് പറയുന്നത്. ഫൈസ്ട്രസ് എന്ന് പറയുന്ന സ്ട്രെസ് റിലീഫ് ഫോർമുലയാണ് മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. നോവേദന ക്യാപ്സ്യൂൾ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാപ്സ്യൂൾ രൂപത്തിലുള്ളതാണ്. മറ്റൊന്നാണ് ഇമ്മ്യൂൺ ത്രിഫലയാണ്, അതായത് നമ്മുടെ ദഹന പ്രക്രിയ അതുപോലെ തന്നെ കാഴ്ചശക്തി പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരം കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഹാർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ആയു ഹീൽ, കാല് കൊണ്ടിരാതിരിക്കാൻ, അതുപോലെ തന്നെ വളങ്കടി പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമാണ്. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പ്രോനാസിക, മൂക്കടപ്പ് അതുപോലെ മൂക്കിലെ ദശ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നു. പിന്നെ കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എനർജി ലിക്വിഡ് ആണ്. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ, വേ പ്രോട്ടീൻ അതുപോലെ തന്നെ സോയ പ്രോട്ടീൻ, ബീഫ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എലമെന്റ്സ് വെൽനസിൽ വരുന്ന പ്രോട്ടീൻ ആണ്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കൂടി ലഭിച്ചിട്ടുള്ള പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഓണൻഡോണിൽ വരുന്ന മോറോ ലൈഫ്, ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. മോറോ ലൈഫ് മെറ്റബോളിസം അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മറ്റൊരു ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആണ് ഓണൻഡോൺ വരുന്ന 9E5 എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എന്ന് പറഞ്ഞാൽ 13ഓളം വെറിപ്പഴങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പറയുന്ന 9E5 എന്ന് പറയുന്നത്. പിന്നെ ഓണൻഡോൺ വരുന്ന ഡയബറ്റിക് പേഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടാബ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. പിന്നെ ഒരു ഫാമിലി ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓണൻഡോൺ വരുന്ന കവചപ്രാശ്. ചവനപ്രാശത്തെ നമ്മൾ പലപ്പോഴായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാകും, ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്നാൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ചവനപ്രാശത്തെയാണ് കവചപ്രാശ് എന്ന് പറയുന്നത്. 40ഓളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് ഏറ്റവും നന്നായി സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ്. പിന്നെ പേഴ്സണൽ കെയറിൽ വരുന്ന ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട്. ഫെയർനെസ് ക്രീം ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, ഷാമ്പു, അതുപോലെ അണ്ടർ ഐ ജെല്, സൺ പ്രൊട്ടക്ഷൻ ക്രീം പോലുള്ള, അതുപോലെ തന്നെ പേസ്റ്റ് വരുന്നുണ്ട്. ഓണൻഡോൺ വരുന്ന ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. നമ്മുടെ മോണവീക്കം, രക്തം വരുന്നത്, പല്ലുവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം കിട്ടുന്നതും ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വാണിംഗ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓണൻഡോൺ വരുന്ന ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. പൗഡർ ഐറ്റംസ്, അതുപോലെ തന്നെ സോപ്പ് ഐറ്റംസ്, ഹോം കെയറിൽ വരുന്ന ലിക്വിഡ് ഐറ്റംസ്, ഇങ്ങനെ ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഹെയർ കളർ ഷാമ്പു ഉണ്ട്, ദേശി കാവ, അങ്ങനെ ഫുഡ് ഐറ്റംസിൽ വരുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എനർജി ഡ്രിങ്കുകൾ, ചായപ്പൊടി ഉണ്ട്. അതുപോലെ തന്നെ അഗ്രോ പ്രൊഡക്റ്റുകൾ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ. നമുക്കറിയാം നമ്മൾ ഇന്ന് കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആരോഗ്യ സംബന്ധമായ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മണ്ണിനും സൈഡ് എഫക്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഗാനിക് ആയിട്ട്, അതായത് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ശരീരത്തിനോ അല്ലെങ്കിൽ മണ്ണിനോ ഹാനികരമല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളങ്ങളും കീടനാശിനികളും തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഇന്ത്യ അഗ്രോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഈ ഉൽപ്പന്നത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് MI ഡിജി വേൾഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ കമ്പനി നമ്മൾക്ക് ഈ ഒരു അവസരം ഓഫ്ലൈനായിട്ട് പഠിക്കാൻ വേണ്ടി കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന രീതിയിലാണ് ആ ഒരു പഠനം നടക്കുന്നത്. നമുക്ക് ഈ ഒരു അക്കാദമിയിലൂടെ കൃത്യമായിട്ട് ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച്, ബിസിനസ് എന്താണെന്നും ബിസിനസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്? ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് പലപ്പോഴായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം
വാങ്ങുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ സാധാരണ നടക്കാറുണ്ട്. കാരണം അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഉൽപ്പന്നങ്ങൾ അവിടുത്തെ റേറ്റ്, അതായത് MRP നിന്ന് കുറച്ച് റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ. ഈ ഒരു പണി അല്ലെങ്കിൽ ഈ ഒരു വർക്കിലൂടെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രജിസ്റ്ററായി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ID നമുക്ക് തരും. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് പോലെ ആ ID ഇവിടെയും നമുക്ക് ഒരു 10 അക്ക നമ്പർ കിട്ടുന്നു. ആ 10 അക്ക നമ്പറുള്ള ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉൽപ്പന്നം വാങ്ങാം. അത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തായി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയെ മാറി. ഈ സമയത്ത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതിലൊന്നാണ് റീറ്റെയിൽ ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിൽസ് ടേൺ ഓവർ ബോണസ് വീക്കിലി ആണ്. അതുപോലെ റാങ്കിങ് ഉണ്ട്, പെർഫോമൻസ് ബോണസ് ഉണ്ട്, റോയൽറ്റി തുടങ്ങിയിട്ടുള്ള മന്ത്ലി കിട്ടുന്ന ഒട്ടനവധി വരുമാനങ്ങൾ വേറെയുമുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. ഹോൾസെയിൽ റേറ്റിന് ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് MRPക്ക് വിൽക്കുന്ന സമയത്ത് കിട്ടുന്നതിനാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് അവർ വിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മൾ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് വീട് കയറി വിൽക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ ഇങ്ങനെ സഞ്ചിയിലിട്ട് വീടുകൾ തോറും കയറി നിറന്ന് വിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് പലർക്കും തോന്നുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ നമ്മൾ ആ രീതിയിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് നല്ലതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ പലരോടും പല സമയങ്ങളായിട്ട് പറയാറുണ്ട്. അത് ഏത് ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഹോട്ടലാണെങ്കിലും അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഡോക്ടറെ ഡോക്ടറിൽ നിന്ന് നമ്മൾ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ നല്ലതായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് പറയും. ആ സമയത്തൊന്നും നമുക്ക് പലപ്പോഴായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് പറയുമ്പോൾ അവരിലേക്ക് ഈ ഒരു ഉൽപ്പന്നം എത്തിക്കുന്ന സമയത്ത്, അവരുടെ ഉൽപ്പന്നം നമ്മളിലൂടെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. അത് റീറ്റെയിൽ ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം. അത് വാട്സപ്പ് സ്റ്റാറ്റസുകൾ വെച്ചിട്ട്, ഇൻസ്റ്റാഗ്രാമിലും ഈ നിലവിലുള്ള ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് അത് വീട് കയറി വിൽക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം, റീറ്റെയിൽ ഇൻകം നമുക്ക് ഡെയിലി എത്ര ഉണ്ടാക്കാൻ പറ്റും, എത്രയും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒറ്റക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ അതിനൊരു ലിമിറ്റ് നമ്മൾ അവിടെയും കാണുന്നത്. പക്ഷെ വീക്കിലി കിട്ടുന്ന പേയ്മെന്റ് ആണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് പറയുന്നത്. ഇതിന് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത് അവിടെ കമ്പനി നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ് വോളിയം അലോക്കേഷൻ കാണും, BV അലോക്കേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റ് അവിടെ ആ ഷോപ്പുകാർ നമുക്ക് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയിന്റ് കയറി എന്ന് പറയാറുണ്ട്. ആ പോയിന്റിനെയാണ് ഇവിടെ ബിസിനസ് വോളിയം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ BV അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കമ്പനി തരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അതായത് ഇന്ന് ഇന്ത്യ അഗ്രോ, എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ഈ ബ്രാൻഡുകളിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് കമ്പനി 75% ഇതിന്റെ ബിസിനസ് വോളിയം തരുന്നത്. 1000 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 750 ബിസിനസ് വോളിയം അവിടെ കാണുന്നു. ഇനി MI ഹോം, ന്യൂ സ്റ്റാർ, ആഹാർ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവിടെ 35% നമ്മുടെ ബിസിനസ് വോളിയം വരുന്നത്. സാധാരണ നമ്മൾ ബിസിനസ്സുകാരെന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് 75% നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. എലമെന്റ്സ്, ഇന്ത്യ അഗ്രോ, ഓൺ ആൻഡ് ഓൺ, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നത് ഞാൻ പറയാം. നമുക്കറിയാം, ഒരു യുണീക്ക് ID നമുക്ക് ലഭിക്കുന്നു. അപ്പോ ആ IDയുടെ കൂടെ കമ്പനി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കിത് 2 ഓർഗനൈസേഷനിലൂടെ ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 2 ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ഈ രീതിയിലാണ് കമ്പനി കാണുന്നത്. അപ്പൊ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ
കൊടുക്കുന്ന സമയത്ത് 2 ഓർഗനൈസേഷനിലൂടെയായിട്ട് ഒരു 10,000 ബിസിനസ് വോളിയം വരുന്ന കച്ചവടം നടന്നു. 2 ഓർഗനൈസേഷൻ നടന്നിട്ടുണ്ട്. 10,000 നടന്നിട്ടുണ്ട് ബിസിനസ് വോളിയം. അപ്പൊ ബിസിനസ് വോളിയം വരുമ്പോൾ അതിന്റെ ഒരു മാച്ച് ചെയ്തുകൊണ്ട് ആ ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്ന സമയത്ത് 12% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതാണ് 1,200 രൂപ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് 2-3 വ്യക്തികളാണ് നമ്മുടെ കൂടെ കടന്നു വന്നിട്ടുള്ളത്. അവരിലൂടെ നടന്നിട്ടുള്ള ഒരു കച്ചവടത്തെയാണ് ഈ പറയുന്ന 10,000 മാച്ച് ചെയ്യുന്നത്. അടുത്ത ആഴ്ചയിൽ 20,000 മാച്ച് ചെയ്യുന്ന സമയത്ത് ആ ആഴ്ചയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് അതിന്റെ 12%-മാണ്, 2,400 രൂപയാണ്. ഇനി നെക്സ്റ്റ് ലെവലില് ഒരു 1,00,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1-ലും ഒരു 2,00,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2-ലും വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കെയർ ഓഫില് 3,00,000 ബിസിനസ് വോളിയം വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ടേൺ ഓവർ അനുസരിച്ച് നമുക്ക് വരുമാനം തരണം. ഏകദേശം 1,00,000 പെയർ മാച്ചിങ് തരണം എന്നാണ് നമ്മുടെ അവകാശം. ഇവിടെ കമ്പനി പറയുന്നത് 1,00,000 പെയർ മാച്ചിങ് ആണ് നിങ്ങൾക്ക് ആദ്യം തരിക. ആ 1,00,000 പെയർ മാച്ചിങ് തരുന്ന സമയത്ത് 12,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പൊ നമ്മളൊരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നോക്കി കാണുമ്പോൾ അവിടെ ബാലൻസ് വരുന്ന ഒരു 1,00,000 രൂപ അല്ലെങ്കിൽ 1,00,000 ബിസിനസ് വോളിയം ഉണ്ട്. അത് നമ്മൾ അവകാശപ്പെട്ടതാണ്, നമ്മൾ കെയർ ഓഫിൽ വന്നതാണ്, അത് നമുക്ക് കിട്ടിയേ മതിയാവും എന്നുള്ളൊരു അവകാശം നമ്മൾ എപ്പോഴും ഉന്നയിക്കും. സ്വാഭാവികമായിട്ടും നമുക്കത് കമ്പനി തരും. അതിന് കമ്പനി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് ബ്രാഞ്ച് 1-ൽ ഒരു 5,00,000 ബിസിനസ് വോളിയവും ബ്രാഞ്ച് 2-ൽ ഒരു 4,00,000 ബിസിനസ് വോളിയം വന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ വേരിയേഷൻ വന്നിട്ടുണ്ട്. നേരത്തെയുള്ള 1,00,000 അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതിന് ഈ ആഴ്ചകൾ കണക്കില്ല, അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് എന്നുള്ള കണക്കില്ല. കൃത്യമായിട്ട് ബ്രാഞ്ച് 1-ഉം ബ്രാഞ്ച് 2-ഉം നേരത്തെയുള്ള ബാലൻസ് കൂടെ ആഡ് ചെയ്ത് 5,00,000 പെയർ മാച്ചിങ്ങിലുള്ള 60,000 രൂപയാണ് ഈ ആഴ്ചത്തെ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൂടെ വരുന്നവർ അവർ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വർക്കിംഗ് അവർ വർദ്ധിക്കുന്നു എന്നുള്ള ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും അല്ലെങ്കിൽ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന, മാസത്തിൽ 1,00,000-നും 2,00,000-നും ഒക്കെ മുകളിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്നു. അവരെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതേ ഒരു വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ഇവിടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ കടന്നു വരുന്ന വ്യക്തികൾ, റീറ്റെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ കടന്നു വരുന്നു. അതായത് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ഫ്രഷ് സെയിൽസിന്റെ ആൾക്കാർ കടന്നു വരുന്നു. അതേപോലെ ഹോം ഷോപ്പ് എന്ന രീതിയിൽ ബിസിനസ്സിനെ ഓരോരോ വീട്ടിൽ വെച്ച് ഒരു ഷോപ്പായിട്ട് നടത്തുന്ന ആൾക്കാർ, ഹോം ഷോപ്പ് എന്ന രീതിയിൽ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാർ കടന്നു വരുമ്പോൾ ഒരാഴ്ചയിൽ 10,00,000 ബിസിനസ് വോളിയം വരാൻ വലിയ പണിയൊന്നുമില്ല. അപ്പൊ 10,00,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1-ലും 10,00,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2-ലും വരുന്ന സമയത്ത് ഈ ആഴ്ചയിൽ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. അപ്പോ വർക്കിംഗ് അവർ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തില് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയ വലിയ വ്യവസായികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ കിട്ടുന്നതിൽ നിന്ന് എത്രയോ 10 മടങ്ങ് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബ്രാഞ്ച് 1-ൽ 17,50,000 ബിസിനസ് വോളിയം വന്നു. 17,50,000 വോളിയം ബ്രാഞ്ച് 2-ൽ വന്നു. ഈ ആഴ്ചയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് 2,10,000 rupees ആണ്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ഐഡിയിലൂടെ ഇതിൽ കിട്ടുന്ന പരമാവധി ഇൻകം എന്ന് പറയുന്നത് 2,10,000 ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ലിമിറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കുന്ന പ്ലാൻ ആണ്. അല്ലെങ്കിൽ ഈ STB എന്ന് പറയുന്നത് സെയിൽസ് ടേൺ ഓവർ ബോണസ് വീക്ക്ലി എന്ന് പറയുന്നത്, അതായത് ലിമിറ്റ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ 60% നിന്നാണ് ഈ ഒരു വരുമാനം നമുക്ക് അല്ലെങ്കിൽ തരുന്നത്. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ലിമിറ്റ്. പക്ഷെ നമുക്ക് ഒരൈഡിയിലാണ് ആഴ്ചയിൽ 2,10,000 എന്ന് പറയുന്നത്. ഒരാൾക്ക് 3 ഐഡിയിൽ തന്നെ 2,10,000 ആഴ്ചയിൽ വാങ്ങിക്കാൻ പറ്റും. ആ ഫാമിലിയിൽ 2-3 വ്യക്തികളുണ്ട് അവർക്കൊക്കെ 3 ഐഡിയിലും ഈ വരുന്ന വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇവിടെ
അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2,10,000 എന്ന് പറയുന്ന ഈ ഒരു മാജിക്കൽ എമൗണ്ട് അനവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, എന്ന് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, കൂടെയുള്ളവര് വർക്ക് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വർക്കിംഗ് അവർ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ വരുമാനത്തിൽ നിന്ന് ഇവിടെ നിൽക്കുന്നില്ല, ഈ വരുമാനം കൊണ്ട് കമ്പനി അവസാനിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ വരുമാനം കമ്പനി പറയുന്നത് പെർഫോമൻസ് ബോണസ് ആണ്. അതായത് മാസത്തിൽ കമ്പനി വെക്കുന്ന ടാർഗറ്റിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു പെർഫോമൻസ് ബോണസ് ലഭിക്കുന്നു. അതേപോലെ തന്നെ 6 മാസം തുടർച്ചയായിട്ട് വാങ്ങുന്ന സമയത്ത് അത് സ്റ്റാർ പെർഫോമൻസ് ആയിട്ട്, പെർഫോമർ ആയിട്ട് കമ്പനി നമ്മളെ കാണുന്നു. അങ്ങനെ ഒരു വരുമാനം വേറെയും തരുന്നു. അങ്ങനെ വാങ്ങിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സൂം മീറ്റിംഗിന്റെ, ഈ ഒരു മോർണിംഗ് മീറ്റിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമർ ഉസ്താദ് എല്ലാ മാസവും ഈ ഒരു പെർഫോമൻസ് വാങ്ങിക്കുന്ന ആളാണ്. അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഞാൻ ഒരാളുടെ പേര് മാത്രം എടുത്തു പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ സ്റ്റാർ പെർഫോമൻസ് വാങ്ങാനുള്ള അവസരം നമുക്ക് കമ്പനി തരുന്നു. പിന്നെ മന്ത്ലി കിട്ടുന്ന വരുമാനത്തിൽ പെട്ടതാണ് റാങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോയൽറ്റി ബോണസ്, ഇത് DTC റാങ്ക് മുതലുള്ള വ്യക്തികൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന അവർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. അതുപോലെ തന്നെ ഡയമണ്ട് വരുന്ന റോയൽറ്റി ഇൻകം ഉണ്ട്. ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും നമ്മൾ വിചാരിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് നമ്മളെ മാറ്റാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നോമിനേഷൻ ഫീച്ചറാണ്. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇല്ലാതെ പോകുന്ന സമയത്ത് ആ ജോലിയിൽ നിന്നുള്ള വരുമാനം നമ്മളുടെ കുടുംബത്തിന് നിലക്കുന്ന അവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്ത് ആഴ്ചയിൽ 2,10,000 ഒക്കെ വാങ്ങി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇല്ലാതെ പോകുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് ആ വരുമാനം നമ്മുടെ ഫാമിലിക്കും ആ ഫാമിലിയുടെ ശേഷം അവർ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും ആ വരുമാനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് നോമിനേഷൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കോ ലഭിക്കാത്ത ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് 3 ലക്ഷത്തിന്റെ കവറേജ് ഒരു TCA ലീഡേഴ്സിന് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച 6 ക്വാളിറ്റി അതെന്തൊക്കെയാണ്? ഒന്ന് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ MI ലൈഫ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്, അതായത് ഇത് ചെയ്ത് വിജയിപ്പിച്ച ഒരു രീതി, ഒരു വിജയ പാത നമ്മൾ കമ്പനി കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് 11 വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒട്ടനവധി വിജയിച്ച ആൾക്കാരെ നമുക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റും. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും എങ്ങനെ ഇത് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ടാകും. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പറ്റും. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉൽപ്പന്നം നല്ലതാണെങ്കിൽ, ഒരു കാര്യം നല്ലതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും പോലെ ഈ ഉൽപ്പന്നങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന MI ലൈഫ് സ്റ്റൈൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്നത്. കാരണം ഇതിൽ കടന്നു വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് വെറും സാധാരണക്കാരാണ്. അത് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന അക്കാദമി ഒരു കമ്പനി രൂപീകരിച്ചു. പിന്നെ 4ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡേഴ്സ് ആണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റിന് 20-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിലുണ്ട്. അതുപോലെ തന്നെ
ലീഡേഴ്സ് എന്ന് പറയുന്നത് വളരെ കപ്പാസിറ്റിയുള്ള, നമ്മളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ലീഡേഴ്സ് ആണ് നമ്മളെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആറാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ബിസിനസ് പ്ലാനാണ്. എടുത്തു പറയേണ്ട ഒരു പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ. നമുക്കറിയാം, കൂടെ വന്നവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയുടെ ബിസിനസ്സാണ്, ഒരു വിൻ വിൻ ബിസിനസ് ആണ് ഈ മൈലേജ് സെയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഹൈബ്രിഡ് ബൈനറിയിലല്ലാതെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല. കാരണം കൂടെ വന്നവരെ അവർക്ക് എന്ത് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ. ഇങ്ങനെ 6 ക്വാളിറ്റിയുള്ള ഈ ഒരു കമ്പനിയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. പിന്നെ ഫിക്കിയുടെ മെമ്പർഷിപ്പ് ഉണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അംഗത്വമുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ FDSAയിൽ ഫെലോ മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ്. അതേപോലെ തന്നെ സ്കിൽ ഇന്ത്യ പ്രൊജക്ട്, സെൻട്രൽ ഗവൺമെന്റ് തൊഴിൽ നൈപുണ്യ പദ്ധതിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സ്കിൽ ഇന്ത്യ. അതില് അംഗത്വമുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഇങ്ങനെ കമ്പനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ന് നമ്മുടെ കയ്യിലൊക്കെയുള്ള ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. www.milifestylemarketing.com എന്ന വെബ്സൈറ്റിൽ കയറി കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ച്, ഈ ഒരു അവസരത്തെ കുറിച്ച് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന MI ലൈഫ് സ്റ്റൈൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു കമ്പനിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഈ ഒരു അവസരത്തെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. എൻ്റെ പേര് അബ്ദുൽ കരീം, സ്വദേശം കുറ്റ്യാടിക്കടുത്ത് വേളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഈ ഒരു അവസരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പാൽ കോളേജ് മേഖലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പ്രവാസിയായിട്ടും ഒരു 5 വർഷം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയില്ല, ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഏതായാലും എല്ലാവർക്കും നല്ല വിജയങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.